ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനം പോലും ബിജെപി വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നു വാഗ്ദാനം. ബിജെപിയിലേക്ക് പോകണമെങ്കിൽ അന്ന് പോകാമായിരുന്നു. നുണപ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പി ജെ കുര്യൻ ന്യൂസ് 18 പറഞ്ഞു. അല്ല, അതിപ്പോ ഇത്രേ ഉള്ളൂ. പിന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ വില്ലിങ് ആണെങ്കിൽ അതിനെന്നെ അവർ നിലപാടെടുക്കുമോ അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാക്കും. പക്ഷെ ഞാനതിന് തയ്യാറായില്ല. ഞാൻ ആ ഓഫർ സ്വീകരിച്ചു. അത്ര ഇപ്പോൾ പറയാൻ പറ്റും. പിന്നീട് ഒരിക്കൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഒരിക്കൽ പറയും. അന്നേരം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ പറ്റും. ഇത്രയും ശരി. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാലും ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടും ബിജെപിയിലേക്ക് പോയില്ല, അന്ന് വേണമെങ്കിലാകാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാക്കൾ സമീപിച്ചിരുന്നോ ഇല്ലയോ എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ടോ? അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. ബി ജെ പി നേതാക്കൾ വളരെ കൃത്യമായി പറയുന്നത് ബി ജെ പി നേതാക്കൾ സമീപിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷേ താൻ ബി ജെ പിയിൽ നിന്ന് വന്ന ക്ഷണം പൂർണ്ണമായും തിരസ്കരിച്ചിരുന്നു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ന്യൂസ് 18 അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനമാണ് തനിക്ക് വാഗ്ദാനം നൽകിയിരുന്നത്. പക്ഷേ അന്ന് തന്നെ താൻ അത് തള്ളിക്കളഞ്ഞിരുന്നു. ബി ജെ പിയുടെ ഉന്നത നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു നീക്കം അന്നുണ്ടായിരുന്നതെന്നും പി ജെ കുര്യൻ പറയുന്നു. തനിക്ക് ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയായിക്കൊണ്ടോ മറ്റോ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ഉപരാഷ്ട്രപതി എന്ന സ്ഥാനം തന്നെയായിരുന്നു തനിക്ക് അന്ന് ലഭിക്കുമായിരുന്നത് എന്നും പി ജെ കുര്യൻ വ്യക്തമാക്കുന്നു. എന്തായാലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നടക്കുന്ന വാർത്തകൾ, ചർച്ചകളൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് പി ജെ കുര്യൻ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകാനില്ല. ഇനി ബി ജെ പി ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇനി ചർച്ചയ്ക്ക് വന്നാലും താൻ കോൺഗ്രസ്സുകാരനായി തന്നെ തുടരുമെന്നാണ് പി ജെ കുര്യൻ വ്യക്തമാക്കുന്നത്. ഇത്തരം വാർത്തകളെല്ലാം അദ്ദേഹം പൂർണ്ണതോതിൽ തള്ളിക്കളയുകയും ചെയ്യുന്നു. രേണുക. ശരി ശ്രീജിത്ത്, ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ ചേരുകയാണ്. ശ്രീലാൽ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ പി ജെ കുര്യൻ വരും എന്നതായിരുന്നു പ്രചരണം. ഇപ്പോൾ പി ജെ കുര്യൻ ആ സാധ്യത പാടെ തള്ളിയിരിക്കുകയാണ്. ഇനി എന്താണ് ബി ജെ പി പത്തനംതിട്ടയിൽ ചെയ്യാൻ പോകുന്നത്? രേണുക, ബി ജെ പിയുടെ ആദ്യ പട്ടിക വന്നപ്പോൾ പത്തനംതിട്ട ഒഴിവാക്കി മറ്റ് പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പിന്നാലെയാണ് ബി ജെ പി. അദ്ദേഹത്തിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം മാത്രമേ ബി ജെ പി പത്തനംതിട്ട കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന്. ഇന്നലെയാണ് പിന്നീട് പി ജെ കുര്യനാണ് ആ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പി കണ്ണുവച്ചിട്ടുള്ളത് എന്ന വാർത്തകൾ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടതും. ഇന്നിപ്പോൾ അത് പി ജെ കുര്യൻ തന്നെ അതിന്റെ ഒരു ഭാഗികമായ ഭാഗം ശരിവെക്കുന്നു. അതായത് തന്നെ ഇങ്ങനെ സമീപിച്ചിരുന്നു, ഇപ്പോഴല്ല മുൻപ് എന്ന് അദ്ദേഹം പറയുന്നു. മുൻപ് ഇതിലും വലിയ ഓഫറുകൾ തന്നെ വന്നിരുന്നു, പക്ഷേ കോൺഗ്രസ് വിട്ട് എങ്ങോട്ടും പോകാനില്ല എന്ന് പറയുന്നു എന്നുള്ളത്. പി ജെ കുര്യൻ രാജ്യസഭാ കാലാവധി കഴിഞ്ഞ സമയത്ത് തന്നെ ഇത്തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. പി ജെ കുര്യനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുവെന്ന്. അതാണ് ഇപ്പോൾ പി ജെ കുര്യൻ തന്നെ സമ്മതിച്ചിരിക്കുന്നത്. ബി ജെ പി ഇവിടെ മുന്നിലുള്ള പ്രതിസന്ധി, അവിടെ വിന്നബിലിറ്റി ഒരു വലിയ ഘടകമായി ബി ജെ പി കണ്ടു. ബി ജെ പിയുടെ കെ സുരേന്ദ്രനാണ് അവിടെ നിന്നാൽ ഏറ്റവും അധികം ബി ജെ പിക്ക് വേണ്ടി വോട്ട് നേടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി. പക്ഷേ ഒരു പടി കൂടെ കടന്ന് ജയിക്കണമെങ്കിൽ അവിടെ ആ സ്ഥലത്തു നിന്നുള്ള പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ്, പള്ളിയുടെയും NSSന്റെയും എല്ലാം പിന്തുണയുള്ള ഒരു നേതാവ് കൂടി വേണം എന്നുള്ള ഒരു വിലയിരുത്തൽ അടിസ്ഥാനത്തിലാണ് പി ജെ കുര്യനെ സമീപിച്ചത്. അപ്പോൾ പി ജെ കുര്യൻ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുമായുള്ള ചില തർക്കങ്ങളും മറ്റുമായിരുന്നു കാരണം. ഇതിനിടയിൽ പി ജെ ഉമ്മൻചാണ്ടി പി ജെ കുര്യനുമായി സംസാരിക്കുകയും പി ജെ കുര്യനും കോൺഗ്രസ് തമ്മിലുള്ള പ്രതിസന്ധകൾ പറഞ്ഞു തീർക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് പി ജെ കുര്യൻ തീർത്തും ഈ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും ഇന്നിപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നത്. ബി ജെ പി കുര്യനെ കാത്തിരുന്നത് കൊണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഇനി ആര് എന്ന ചോദ്യത്തിലേക്ക് കാര്യം കിടക്കുന്നു. 1. 2, പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന എല്ലാ മേൽക്കൈയും ഈ ഒരു ചർച്ചയിലൂടെ ഈ വൈകിപ്പിക്കലിലൂടെ അത് ബി ജെ പിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ബി ജെ പിക്ക് ശബരിമല പ്രക്ഷോഭം അടക്കം അതടക്കം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഗുണങ്ങളും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം, ഈ ഒരു പ്രതിസന്ധി കാരണം, ഈ ഒരു തർക്കം കാരണം ഇല്ലാതാകുന്നത്. ബി ജെ പിക്കുള്ളിലെ തർക്കത്തിന്റെ പ്രശ്നം അവിടെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രീധരൻപിള്ള വിഭാഗത്തിനോ പി കെ കൃഷ്ണദാസ് വിഭാഗത്തിനോ ഒന്നും കാര്യമായൊരു യോജിപ്പില്ല. അതേസമയം സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വി മുരളീധരനുമാണ്. ഈ ബി ജെ പിക്കുള്ളിലെ പ്രശ്നമാണ് പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ പ്രഖ്യാപിക്കുന്നതിന് ഉള്ള തടസ്സമായി വന്നത്. അങ്ങനെയാണ് എന്നാൽ പുറത്തുനിന്നുള്ള വിന്നബിലിറ്റിയുള്ള കാൻഡിഡേറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും ഈ പ്രതിസന്ധി തീരാത്തത് കൊണ്ടാണ്
തൃശ്ശൂരിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ BJP പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോകുന്നത്. ശരി, TJ ശ്രീലാലാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം G ശ്രീജിത്തും. എന്തായാലും BJPയിലേക്ക് എന്ന വാർത്തകൾ പാടെ നിഷേധിക്കുകയാണ് PJ കുര്യൻ. സ്ഥാനാർത്ഥി ആകും എന്ന പ്രചരണം അദ്ദേഹം തള്ളിക്കളയുന്നു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണം കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതാണെന്ന് BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ന്യൂസ് 18നോടാണ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരായ ആളുകളും കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള പല ആളുകളും നിർദ്ദേശമായുണ്ട്. അതാവാം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം വൈകുവാൻ കാരണമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. ഞാൻ ഒരിക്കലും ആസ്പിറൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും ആസ്പിറൻ്റ് ആയിരുന്നില്ല. മീഡിയകളെല്ലാം അങ്ങനെ പറഞ്ഞു. ഞാൻ ആ മീഡിയകളൊന്നും പഠിക്കാനില്ല, കുറ്റപ്പെടുത്താനില്ല. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു കാൻഡിഡേറ്റ് ഒറ്റ പേര് മാത്രമേ പരിഗണനയിലുള്ളൂ. പക്ഷേ ആ സമയത്ത് വേറെ ചില ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ പല ആളുകളും അവരുടെയൊക്കെ ചില നിർദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാൻ കാരണങ്ങളും. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായി തള്ളി PJ കുര്യൻ. BJPയിൽ നിന്ന് ആരും സമീപിച്ചിട്ടില്ല. വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥിയാകണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാമായിരുന്നുവെന്നും PJ കുര്യൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് PJ കുര്യൻ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന വലിയ അഭ്യൂഹങ്ങൾ, വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. എന്താണ് PJ കുര്യൻ ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. താങ്കളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നു, മത്സരം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? BJPയുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? BJPയിൽ ആരും എന്നെ സമീപിച്ചിട്ടുമില്ല. അങ്ങനെ സമീപിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥി ആവുകയുമില്ല. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ഈ വാർത്തകളെല്ലാം തികച്ചും അവാസ്തവമാണ്, നുണക്കഥകളാണ്. മനസ്സിലായി? BJP പത്തനംതിട്ട സീറ്റ് ഒഴിച്ചിടുന്നു. താങ്കൾ BJPയുടെ മുതിർന്ന നേതാക്കളുമായി ഒരുപാട് അടുപ്പമുള്ള നേതാവാണ്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെയാണോ? അല്ല, BJP സീറ്റ് ഒഴിച്ചിടുന്നത് എന്താണെന്ന് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് BJPയിലെ മുതിർന്ന നേതാക്കളോട് തന്നെയല്ല, CPMലെ മുതിർന്ന നേതാക്കളോട് നല്ല ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ? ഇപ്പോൾ താങ്കൾക്ക് കോൺഗ്രസിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല, മറ്റൊരു ചിന്ത, താങ്കൾക്ക് കോൺഗ്രസ്സുകാരനായി തന്നെ എല്ലാ കാലത്തും തുടരണം, അത് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണോ? പിന്നെ ഇത്തരം ചോദ്യമല്ല അപ്രസക്തമാണ്. എന്നാലും ഞാൻ മറുപടി പറഞ്ഞേക്കാം. എനിക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം എന്നോട് ചോദിച്ചതാണ്. എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് പറഞ്ഞതാണ്. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. ചാനലുകളോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം ആകാമായിരുന്നല്ലോ. കോൺഗ്രസ്സുകാരനായി തുടരും. എന്തോ തോന്നിവാസമായി ചോദിക്കുന്നത്? അത്തരം ചോദ്യത്തിന് എന്ത് വാട്ട് നോൺസെൻസ് യു ആർ ആസ്കിംഗ്? ഇനി ഒരു പ്രസക്തി. വൈ ഡു യു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ? കോൺഗ്രസ്സുകാരനായി നിങ്ങളുടെ ചാനലൊക്കെ ആയിരിക്കാം. ഞാൻ കോൺഗ്രസ്സുകാരനായി തുടരുകയായിരുന്നു എവിടെയെങ്കിലും പറഞ്ഞു? BJPയിൽ ആരും എന്നോട് ബന്ധപ്പെട്ടിട്ടില്ല, ആരും സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ BJP ഓഫർ ചെയ്താൽ പോകത്തില്ല. ഞാൻ കോൺഗ്രസ് ആണ്. എനിക്ക് വേണം UDFൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാമായിരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്കുക കോൺഗ്രസ്സുകാരനായി തുടരുമെന്നല്ലോ. വളരെ ഉറച്ച നിലപാട് തന്നെയാണ് അദ്ദേഹം. നമ്മളോട് രോഷപ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അത്രയും അസ്വസ്ഥനാണ് ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിശക്തമായ നിലപാടുമായി അദ്ദേഹം ആ പാർട്ടിയിൽ തുടരുന്നു, ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് അടിവരയിട്ട് പറയുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പത്തനംതിട്ടയിൽ PJ കുര്യൻ BJPയുടെ സ്ഥാനാർത്ഥി ആകില്ല എന്ന വളരെ ശക്തമായ നിലപാട് അദ്ദേഹം തുറന്നു പറയുകയാണ്. ക്യാമറമാൻ ലിബിൻ ഗോമനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പട്ടികയിലാണ് പത്തനംതിട്ടയെ ഒഴിവാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ 36 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. തൃശൂരിൽ BDJS മത്സരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മണ്ഡലത്തിൽ അണികൾ പ്രചാരണം തുടങ്ങിയെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം ഡിക്ലറേഷൻ 2 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും. അത് ഞങ്ങൾ മത്സരിക്കുന്ന 5 നിയോജക മണ്ഡലങ്ങളിലുള്ള പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പട്ടിക പ്രഖ്യാപിക്കും. ഞങ്ങൾ കമ്മിറ്റി കൂടി അവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. മത്സരരംഗത്തുണ്ടല്ലോ അല്ലേ? അത് 2 ദിവസത്തിനുള്ളിൽ അത് വ്യക്തമാക്കാം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ 7ാമത്തെ പട്ടിക ഇന്നലെ പുറത്തിറക്കിയ വിവാദ സീറ്റുകളായ വടകരയിലെയും വയനാട്ടിലെയും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ പട്ടികയിലില്ല. വോട്ടെടുപ്പിന് 30 ദിവസം മാത്രം ശേഷിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാർട്ടികൾക്ക് കഴിയാത്തത്. ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, BJPയുടെ പത്തനംതിട്ട സീറ്റിൽ ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ?
തീർച്ചയായും പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആരെ എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ചില ധാരണകൾ എത്തിയിരുന്നു. അതായത് കോൺഗ്രസിൽ നിന്ന് വളരെ പ്രമുഖനായ നേതാവ് എത്തുകയാണ് എങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക. അല്ല എങ്കിൽ പിന്നീടുണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം തൃശ്ശൂരിൽ BDJSന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കുന്നുവെങ്കിൽ മാത്രമാണ് തൃശ്ശൂർ സീറ്റ് BDJSന് ബി.ജെ.പി. നൽകുകയുള്ളൂ. അല്ല എങ്കിൽ ആ സീറ്റ് തിരിച്ചെടുത്തുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ, പത്തനംതിട്ടയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ, ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു ധാരണ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇത് അന്തിമമായി പ്രഖ്യാപിക്കുക എന്ന് മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും അവസാനവട്ട ചർച്ചകൾ ഇന്ന് ആണ് അമിത്ഷാ BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി നടത്താൻ പോകുന്നത്. ഈ ചർച്ചയിൽ കൃത്യമായി ഇപ്പോൾ തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ രാജ്യസഭ MP സ്ഥാനം പോലെയുള്ള ചില ചർച്ചകൾ കൂടി നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തൃശ്ശൂരിലെ മത്സരഫലം വിപരീതമായാൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുന്നുവെങ്കിൽ തീർച്ചയായും ഒരു MP ആയി തന്നെ BDJSന്റെ പ്രതിനിധി ഉണ്ടാകണം എന്ന തരത്തിലുള്ള ഒരു ചർച്ച കൂടി അവസാന വട്ടത്തിൽ നടക്കുന്നു. ഒരു ഫൈനലൈസ്ഡ് ചർച്ച എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയുമായി അമിത്ഷാ നടത്തുന്നുണ്ട്. രാംലാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി തുഷാർ വെള്ളാപ്പള്ളി ചർച്ചകൾ നടത്തിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അടുത്ത പട്ടികയിലെങ്കിലും തീർച്ചയായും പത്തനംതിട്ട ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ പട്ടികയിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച് തീരുമാനം ഇല്ലാതിരുന്നത് കേരളത്തിലെ BJP നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും ഒക്കെ വലിയ തോതിൽ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. മാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞതും ചില പേരുകൾ ദേശീയ നേതൃത്വം പരിഗണിക്കുന്നു എന്നതുകൊണ്ടാണ് പത്തനംതിട്ടയിലെ പേര് പുറത്തു വരാത്തത് എന്നാണ്. അവിടെ BJP ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകളോട് സംസ്ഥാന ഘടകത്തിനുള്ള വിയോജിപ്പ് കൂടിയാണ് രേഖപ്പെടുത്തുന്നത്. അതായത് പല നേതാക്കളും ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുന്നത് അധികാരം മോഹിച്ചുകൊണ്ടാണ് എന്നും അങ്ങനെയുള്ളവരെ മാത്രം വളർത്തിയെടുക്കുക. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങളില്ലെന്ന് കുമ്മനം രാജശേഖരൻ. എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതിനാലാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത്. ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അത് പ്രഖ്യാപിക്കാൻ ഒക്കെയല്ലോ. അതിനൊരു പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കേരളം എപ്പോഴും 3ാം ഫേസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സംസ്ഥാനമാണ്. അത് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഇന്നും നാളെയുമൊക്കെ ആയിട്ട് കൂടി അത് ചെയ്യുന്നതാണ്. അതൊരു മനഃപൂർവ്വമായി മാറ്റിവെച്ചിരിക്കുന്നതല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഭാഗികമായിട്ടേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് ഘട്ടങ്ങളായിട്ടേ അത് പ്രഖ്യാപിക്കുകയുള്ളൂ. അല്ല, തർക്കങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഒഴിച്ചിടുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഭാഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഭാഗികമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചിടും. ആറ്റിങ്ങലിൽ തന്നെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ CPMകാരും ഉണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. വ്യക്തിപരമായ വിമർശനങ്ങൾ മറുപടി അർഹിക്കുന്നില്ലെന്നും CPM നേരത്തെയും വേട്ടയാടിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. ചെങ്കോട്ടയെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്ന ആറ്റിങ്ങലിൽ ഒരു അട്ടിമറി ഉറപ്പിച്ചു തന്നെയാണ് അടൂർ പ്രകാശിന്റെ പ്രചരണം. സർ, പ്രചരണ രംഗത്ത് ഒരു ഘട്ടം കഴിയണം, എങ്ങനെയുണ്ട്? പ്രചരണ രംഗത്ത് വളരെയധികം മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. വ്യക്തമായ ത്രികോണ മത്സരത്തിനാണോ അരങ്ങൊരുങ്ങുന്നത്? അതിൽ കാര്യമൊന്നുമില്ല. ത്രികോണ മത്സരമായിക്കോട്ടെ, UDF ഇവിടെ മത്സരിക്കുക, UDF വിജയം കൈവരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവരെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇവരാണ് എൻ്റെ ശക്തി. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് പ്രചരണമൊക്കെ CPM നടത്തുന്നുണ്ട്. അതിപ്പോഴേ CPMന് അങ്ങനെ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്താൻ അത് പുതിയ ഒരു കാര്യമല്ലല്ലോ. CPMന്റെ പരാജയ ഭീതി വരുന്ന സമയത്ത് പല കാരണങ്ങളും കണ്ടുപിടിക്കും. പല രൂപത്തിലും ഭാവത്തിലും അവരുടെ ശക്തമായ പോരാട്ടവും അതിനോടൊപ്പം തന്നെ വെട്ടി നിർത്തുവാൻ വേണ്ടി എന്തൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ച് നടപടി എടുക്കുന്നവരാണ്. ഈ കോലിബി സഖ്യം എന്നൊക്കെയുള്ള കോടിയേരിയുടെ ഒരു വിമർശനം, അതൊക്കെ ആറ്റിങ്ങലിൽ എങ്ങനെയെങ്കിലും ബാധിക്കും? ആറ്റിങ്ങലെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പരാജയം അദ്ദേഹം നേരിട്ട് കണ്ടുകൊണ്ട് മുൻകൂട്ടി ഒരു ജാമ്യം എടുത്തിരിക്കുകയാണ്. പ്രചരണം നേരത്തെ ആരംഭിച്ച LDFന്റെ മേൽക്കൈ, ആ പ്രചരണത്തിൽ LDFനുള്ള മേൽക്കൈക്ക് ഒപ്പം എത്താനുള്ള ഓട്ടപ്രദക്ഷിണത്തിലാണ് അടൂർ പ്രകാശ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചതിച്ചുവെന്ന് നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന V. സുരേന്ദ്രൻപിള്ള. കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് പോയി. JDU മത്സരിച്ച എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചുവെന്നും V. സുരേന്ദ്രൻപിള്ള ആരോപിക്കുന്നു. കോൺഗ്രസിന് കിട്ടേണ്ടുന്ന വോട്ട് UDF സ്ഥാനാർത്ഥി കിട്ടിയാൽ BJPക്ക് പോയില്ല എന്ന് പറയാം. BJP ജയിച്ച പശ്ചാത്തലത്തിൽ BJPക്ക് അല്ലാതെ വേറെ എവിടെയാ പോവുക? CPMന് കോൺഗ്രസിന്റെ വോട്ട് CPMന് ചെയ്യുമോ? ഇല്ലല്ലോ.
അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ചിലരുടെ പരിശ്രമം നടന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 7 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. JDUവിൻ്റെ 7 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു, 7 പേരും തോറ്റു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് BJPക്ക് മറിച്ചു. കാരണം എൻ്റെ വോട്ട് കുറയും, UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുകയും BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ 100% യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയാം. കോഴിക്കോട് ഐ ഗ്രൂപ്പ് യോഗം ചേർന്നതിൽ ഇപ്പോൾ നടപടി വേണ്ടെന്ന് KPCCയിൽ ധാരണ. തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടി വിപരീത ഫലമുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. ഐ ഗ്രൂപ്പ് നേതാക്കളെ വിളിച്ചു വരുത്തേണ്ടെന്ന് അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരുമാനിച്ചു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഗ്രൂപ്പ് യോഗം നടന്ന കാര്യം പാടെ അവഗണിക്കാനാണോ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്? രേണുക, കോഴിക്കോട്ട് ഐ ഗ്രൂപ്പിന്റെ രഹസ്യ യോഗത്തെക്കുറിച്ച് KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടുത്ത ഭാഷയിലായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഇത് അന്വേഷിച്ച് അച്ചടക്ക ലംഘനം കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇന്ന് കോഴിക്കോട്ട് എത്തുന്ന മുല്ലപ്പള്ളി ഈ രഹസ്യ യോഗം ചേർന്ന നേതാക്കളെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഈ നീക്കത്തിൽ നിന്നാണ് ഇപ്പോൾ KPC പ്രസിഡന്റ് പിൻവാങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു നടപടി, ഗ്രൂപ്പ് യോഗത്തിന് മേലുള്ള നടപടി വിപരീത ഫലമുണ്ടാക്കുന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതേ തുടർന്നാണ് ഈ ഘട്ടത്തിൽ നടപടി വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കാര്യങ്ങൾ വരും ദിവസങ്ങളിലും സങ്കീർണമായി നീങ്ങുകയാണെങ്കിൽ ആ സമയത്ത് ഇടപെടാമെന്നാണ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ധാരണ. കഴിഞ്ഞ ദിവസം കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഗ്രൂപ്പ് യോഗം ചേർന്നായുള്ള വിവരം നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ വീണ്ടും ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഇടപെടാമെന്നൊരു പൊതുധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വയനാട് സീറ്റ് വിട്ടു നൽകിയതിന് പകരമായി കോഴിക്കോട് DCC വേണമെന്നാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനോട് അനുകൂല പ്രതികരണം എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ തൽക്കാലം ഇപ്പോൾ അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ട, കാര്യങ്ങൾ നോക്കി കാണാമെന്ന് എന്ന ഒരു വിലയിരുത്തലിലാണ് KPCC നേതൃത്വം, ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനുമുള്ളത്. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ഒരു ബൂത്തിൽ പോലും കോൺഗ്രസുമായി BJPക്ക് സഖ്യമില്ലെന്ന് കുമ്മനം രാജശേഖരൻ. വടകരയിലെന്നല്ല, ഒരിടത്തും കോലി സഖ്യമില്ല. കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നത് CPM ആണ്. ഇത് മറച്ചുവെക്കാനാണ് വ്യാജ പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18ന്റെ വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം. സഖ്യം ഉണ്ടാക്കിയ ആൾക്കാർ മറ്റൊരു ആൾക്കാർ ഇപ്പോൾ ധാരണ ഉണ്ടാക്കുന്ന ആരോപിക്കാൻ എന്താ അവർക്ക് അവകാശം? സഖ്യം ഉണ്ടാക്കിയ ആൾക്കാർ തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയും ഇവിടെ വന്ന് ശത്രുക്കളാണ് എന്ന് അഭിനയിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ വഞ്ചനയും തട്ടിപ്പും വേറെ ഉണ്ടോ? ഇവിടെ എന്ത് ധാരണയുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു വടകര എന്നല്ല, ഒരിടത്തുമില്ല. ഇവിടുത്തെ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നല്ല, ഇവിടുത്തെ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ പോലുമില്ല. കുമ്മനം രാജശേഖരനുമായി ന്യൂസ് 18 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രൻ നടത്തുന്ന അഭിമുഖം നാളെ രാവിലെ 9-നും രാത്രി 9-നും സംപ്രേഷണം ചെയ്യും. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. കോതമംഗലം ചെറിയ പള്ളിയിൽ വീണ്ടും സംഘർഷാവസ്ഥ. പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗം റംബാൻ യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. സുറിയാനി വിശ്വാസികളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മർത്തോമ ചെറിയ പള്ളിയിൽ മാസങ്ങൾക്കുള്ളിലിത് 3ാം തവണയാണ് സംഘർഷമുണ്ടാകുന്നത്. പ്രാർത്ഥന നടത്താനുള്ള കോടതി അനുമതിയുമായി ഓർത്തഡോക്സ് വിഭാഗം റംബാൻ എത്തിയതായിരുന്നു പ്രതിഷേധത്തിന്റെ കാരണം. പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തിലെ തോമസ് പോൾ റംബാനെ യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. അമ്മയുടെ ഓർമ്മദിനമായതിനാൽ പ്രാർത്ഥനയ്ക്കായാണ് എത്തിയതെന്നും വിധി നടപ്പാക്കാൻ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും തോമസ് പോൾ റംബാൻ പറഞ്ഞു. എൻ്റെ മാതാവിൻ്റെ 1ാമത്തെ ചരമവാർഷിക ദിനമാണിന്ന്. ഞാനിവിടെ എൻ്റെ അമ്മയുടെ ശവസംസ്കാരം നടത്തിയതിന് ശേഷം ഈ പള്ളിയിലൊന്ന് വരുന്നതിനോ മാതാവിൻ്റെ കുഴിമാടത്തിൽ പോകാനോ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കോടതി വിധി മാനിക്കുന്നുവെന്നും ഓർത്തഡോക്സ് വിഭാഗത്തെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് യാക്കോബായ സഭാ വിഭാഗത്തിന്റെ മറുപടി. ഒരു കാരണവശാലും ഈ വ്യക്തിയെ എന്നല്ല, ഈ വിശ്വാസത്തിലുള്ള, പ്രത്യേകിച്ച് ഇദ്ദേഹം പറയുന്ന ഈ 34 പറയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ഈ ദേവാലയത്തിൽ ഒരിക്കലും ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല. കോടതി ഉത്തരവുണ്ടായിട്ടും അത് നടപ്പാക്കാതെ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പരാതി. കോടതി ഉത്തരവുകൾ സാങ്കേതികം മാത്രമാണെന്നും അതിന്റെ മറവിൽ പള്ളി പിടിച്ചെടുക്കാനാണ് ശ്രമമെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ ആരോപണം. ന്യൂസ് 18 കൊച്ചി. സിറോ മലബാർ സഭയിലെ ഭൂമി വിവാദത്തിൽ FIR തിരുത്തണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അപേക്ഷ നൽകി. ബിഷപ്പ് ജേക്കബ് മനത്തോളത്തിനെയും
ഫാദർ പോൾ തേലക്കാട്ടിനെയും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ. വ്യാജരേഖ ഉണ്ടാക്കിയവരെ കണ്ടുപിടിക്കാനാണ് പരാതി നൽകിയതെന്നും ബിഷപ്പ് മനത്തോടത്തിനും ഫാദർ പോൾ തേലക്കാട്ടിനുമെതിരെയല്ല പരാതിയെന്നും കർദിനാൾ അപേക്ഷയിൽ പറയുന്നു. സിനഡ് നിർദ്ദേശപ്രകാരമായിരുന്നു തന്റെ നടപടിയെന്നും ജോർജ് ആലഞ്ചേരി വിശദീകരിച്ചു. വ്യാജരേഖാ വിവാദത്തിൽ പുതിയ പരാതി നൽകുമെന്നും കർദിനാൾ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലടിയിൽ യുവതി മരിച്ചത് സൂര്യാഘാതം മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നു മുതൽ 4 ദിവസം സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. താപനില 4 ഡിഗ്രി വരെ ഉയരാം. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് താപനിലയിൽ ഏറ്റവും കൂടുതൽ വർധനയുണ്ടാവുക. മാർച്ച് 26 വരെ എല്ലാ ജില്ലകളിലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഉച്ചസമയത്ത് പുറം ജോലികൾ കഴിയുന്നതും ഒഴിവാക്കണമെന്നും നേരത്തെ തന്നെ നിർദ്ദേശമുണ്ട്. കാലടി ടൗണിൽ യുവതി കുഴഞ്ഞു വീണ് മരിച്ചത് സൂര്യാഘാതത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. നായത്തോട് വെളിയത്തുകുടി സ്വദേശി അനിലയാണ് വ്യാഴാഴ്ച കുഴഞ്ഞു വീണ് മരിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയുടെ ശരീരത്തിൽ സൂര്യാഘാതമേറ്റ് പൊള്ളലേറ്റതിന്റെ കുമിളകൾ കണ്ടെത്തി. കടുത്ത നിർജ്ജലീകരണവും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നഴ്സുമാരുടെ സംഘടന UNAയിലേക്ക് എതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. UNAയുടെ മുൻ ഭാരവാഹി സിബി മുകേഷ്, മുഹമ്മദ് എന്നിവരുടെ മൊഴിയാണ് തൃശൂർ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. UNAയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജാസ്മിൻ ഷാ അടക്കമുള്ള ഭാരവാഹികൾ 3 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. തെളിവുകളെല്ലാം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി സിബി മുകേഷ് പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ലോക്പാൽ അധ്യക്ഷനായി സുപ്രീംകോടതി മുൻ ജഡ്ജി പിനാക്കി ചന്ദ്രഘോഷ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരുന്നു. ഏത് ഭരണ നേതൃത്വത്തിന്റെയും അഴിമതി അന്വേഷിക്കുന്നതിനുള്ള സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ നിയമം പാസായി 7 വർഷത്തിന് ശേഷമാണ് രാജ്യത്തെ ആദ്യ ലോക്പാൽ നിലവിൽ വന്നിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദിലീപ് ബോസാലെ, PK മോഹന്തി, അഭിലാഷ് കുമാരി, AK ത്രിപാഠി എന്നിവരാണ് ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങൾ. ദിനേശ് കുമാർ ജെയിൻ, അർച്ചന രാമസുന്ദരം, മഹീന്ദർ സിംഗ്, IP ഗൌതം എന്നിവരെ ലോക്പാൽ അംഗങ്ങളായും നിയമിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സാമ്പലിൽ BJPയുടെ പ്രചാരണ പരിപാടിയുടെ സ്റ്റേജ് തകർന്ന് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. BJP കിസാൻ മോർച്ച നേതാവ് അവധേഷ് യാദവിന്റെ കാലൊടിഞ്ഞു. BJP സംഘടിപ്പിച്ച ഹോളി മിലൻ പരിപാടിക്കിടെയായിരുന്നു അപകടം. നേതാക്കൾ കൂട്ടമായി വേദിയിലേക്ക് ഇടിച്ചു കയറിയതാണ് സ്റ്റേജ് തകരാൻ കാരണമായത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.